പാവയ്ക്ക കൊണ്ട് എപ്പോഴും നമ്മൾ തീയലല്ലേ ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമുക്ക് വേണ്ടിയത് ചെറിയുള്ളിയാണ്. സവാളയേക്കാൾ ടേസ്റ്റ് ഇതിനാണ്. ഒരു 10-15 ചെറിയുള്ളി അരിഞ്ഞതും 2 പച്ചമുളക് നിറുകെ മുറിച്ചതും ഇതിനായിട്ട് വേണം. പിന്നെ ഇതിലേക്കായി ഞാൻ എടുക്കുന്നത് ഒരു പാവയ്ക്കയാണ് എടുക്കുന്നത്. കനം കുറച്ച് ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് വേണം. പിന്നെ ഇതിലേക്കായി വേണ്ടിയ മെയിൻ ഐറ്റം പുളിയാണ്. ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പത്തേക്ക് വെക്കാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. തീയലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. തേങ്ങ ഇതിലേക്ക് വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ചെറിയുള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ പാവയ്ക്ക കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം പൊടികളെല്ലാം ചേർക്കാം. ഇതിന് ഒത്തിരി പൊടികളുടെ ആവശ്യമൊന്നുമില്ല. 2 ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും അല്പം ചേർക്കാം. പിന്നെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് ഈ മല്ലിപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ അല്പം ഉലുവാപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലെ മെയിൻ ഐറ്റം പുളിവെള്ളമാണ്. ചെറിയൊരു പുളിയോട് കൂടിയാണ് ഈ കറിയുള്ളത്. ഈ പുളിവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ നമ്മുടെ പരുവത്തിനെ ചാറാക്കിയെടുക്കാം. പിന്നെ വേണമെങ്കിൽ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 തക്കാളി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തിളപ്പിച്ച് ചെറിയതായിട്ട് വറ്റിച്ചെടുക്കാം. ഉപ്പ് വേണമെങ്കിലും ആവശ്യത്തിന് വെള്ളം വേണമെങ്കിലും ഒക്കെ നമുക്ക് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ പുളിയും കയ്പ്പും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. തിളച്ച് വറ്റി കറിയൊക്കെ നല്ല പരുവത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് അല്പം കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ സിമ്പിളായിട്ടുള്ള റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്